ഒരു മനുഷ്യനിൽ ഉള്ളത് പറയലാണ് ഗീബത്തും നമീമത്തും. അത് ഉള്ളത് തന്നെയല്ലേ എന്ന് ചോദിക്കൂ. ഉള്ളത് പറയാൻ പാടില്ല എന്നാ. ആ മനുഷ്യനോട് നേരിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. പൊതുവേദിയിൽ അവതരിപ്പിക്കുകയാണോ, സോഷ്യൽ മീഡിയയിൽ നാറ്റിക്കുകയാണോ, നിങ്ങൾ ഫിസ്കിൽ പെട്ടുപോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഫാസിഖാണ് എന്ന് പുണ്യനബി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഫാസിഖായ ഒരു മനുഷ്യൻ എന്തു നിങ്ങളോട് പറഞ്ഞാലും അത് നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ലെന്നാണ്. അപ്പൊ എന്തായി? മുസ്ലിം ബഹുജനങ്ങളിൽപ്പെട്ട ആളുകളെ, സാധാരണക്കാരെ പോലും, അത് കഴിഞ്ഞിട്ട് ബാക്കി ആലിമീങ്ങളെയും ദഅവത്ത് ചെയ്യുന്നവരെയും ദീനിന്റെ ഖാദിമീങ്ങളെയും അഹ്ലുബൈത്തിൽപ്പെട്ട ആളുകളെയും ഇതൊക്കെ ആക്ഷേപിക്കുന്നവരുടെ കാര്യം എന്താ ആലോചിച്ചാൽ മതി. ഒരു സാധാ മുസ്ലിമിനെ ആക്ഷേപിച്ചാൽ ആൾ ഫാസിഖായി മാറും. പിന്നെ അയാൾ എന്തെഴുതിയാലും വിശ്വസിക്കാൻ പാടില്ല എന്നാ. ഫതബയ്യനു, ഇവിടുന്ന് ഇറക്കരുത്. കാരണം ഫാസിഖിന്റെ കാറ്റഗറിയിൽപ്പെട്ട ആളാണ്. ഇങ്ങനത്തെ എത്ര ആളുകളുണ്ട് നമുക്കിടയിൽ. അല്ലാഹു ബോധം നൽകട്ടെ. ഇതിന് അത്ഭുതം എന്താണെന്നറിയോ? ഈ പറഞ്ഞ പണി ചെയ്യുന്ന ഒറ്റൊരുത്തനും ഇത്തരം കാര്യങ്ങൾ കേൾക്കൂല. അവരതിനെപ്പറ്റി ചെവിയും കൊടുക്കൂല. അവരിപ്പോഴും വേറെ നാലാളെ കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇപ്പോൾ. അതാണ് അത്ഭുതം. അവരത് കേൾക്കുന്ന പോലുമില്ല, അവരറിയുന്ന പോലുമില്ല. അല്ലാഹു തൗഫീക്ക് കൊടുക്കണില്ല എന്നാ. അല്ലാഹു അൽ മഹ്റൂമു മൻ ഹുരിമ റഹ്മത. അള്ളാന്റെ റഹ്മത്ത് നഷ്ടപ്പെട്ടവനേക്കാളും ഇവിടെ നഷ്ടം പറ്റിയവൻ ആരാ ഉള്ളത്?